ഈ വലയ്ക്ക് എത്ര രൂപ ചേട്ടാ? ഇതിന് 7000. ഈ വലയുടെ വിലയോ? 7200. ഇത് എത്ര മുഴം ഉണ്ടെന്ന് പറയാം ചേട്ടാ? 8 മുഴം. ഇത് ചേട്ടൻ ഉണ്ടാക്കി ഇണക്കി എടുത്താണോ? വലയെ കണക്കാൻ അറിയോ? ഒരു ദിവസം വല ഇണക്കുന്നത് കാണിക്കണേ, നമ്മളെ ചാനലിനകത്തുനിന്ന് കാണിക്കണേ വല ഇണക്കുന്ന വിധമൊക്കെ. ഇത് എത്ര കിലോ മണിയുണ്ടോ? ഇത് 5.5 കിലോ മണിയോ? വലയൊക്കെ ടൗണിൽ പോയി മേടിച്ചിട്ട് വരും അല്ലേ? അതോ ആലപ്പുഴയല്ലോ? മാർക്കറ്റിൽ പോവുക. നമ്മൾ പുറത്ത് പോയി മേടിക്കുകയാണെങ്കിൽ വലയ്ക്ക് എന്നാ വിലയുണ്ട്? 10,000 5,000? നമ്മൾ വില കൊടുത്ത് മേടിക്കുകയാണെങ്കിൽ 8,500 രൂപ. ഈ വലയ്ക്കല്ലേ? ഈ വലയ്ക്ക് എത്ര മുഴം? 8-9 ആവും. 9 ആവും അല്ലേ? എത്ര മുഴത്തിന്? ഇത് പൊടിവലിയാ, അതായത് ഊപ്പ വരെ കിട്ടുന്ന വലയാണ്. തീരെ പൊടിവലിയാ അല്ലേ? തീരെ പൊടിവലയാ. അതിൻ്റെ കണ്ണൊന്ന് കാണിക്കാം കേട്ടോ പിടിച്ച്. അരിപ്പവലക്കാരുടെ അത്രയും വലയാ. അരിപ്പവലയാ ഇത്. ഇത് കണ്ടോ? ഇതാണ് അരിപ്പവല. കണ്ടോ? വട്ടക്കാളി വരെ കിട്ടുന്ന വല. തീരെ പൊടിമീൻ വരെ കിട്ടും അല്ലേ? തീരെ കയ്പ വരെ കിട്ടും. നമ്മളേറ്റവും പൊടിമീൻ വരെ കിട്ടും. അതാ ഏറ്റവും നല്ല വല. വീശുവല ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ല പറ്റുവല ഇട്ടുണ്ടാക്കണം അല്ലേ? എന്നാലും നമുക്ക് നമുക്ക് കറിക്ക് ഒരു മീനും പേടിക്കാം, എല്ലാ മീനും കിട്ടും. എല്ലാ മീനും കിട്ടും അല്ലേ? ഒരു വല വീശിയാൽ ചിലപ്പോൾ അതിനകത്ത് കരിമീൻ വരെ കിട്ടും. എല്ലാ സർവ്വ മീനും കിട്ടും. മണിക്ക് നല്ല എത്ര കിലോ ഉണ്ട്? മണി 320 രൂപ വിലയോ ഒരു കിലോ. ഇത് എത്ര കിലോ മണിയുണ്ട്? ഇത് 5.5. 5.5 കിലോ മണിയോ? 5.5 കിലോ മണിയുണ്ടല്ലേ? ഇത് നമ്മൾ ഇരുന്ന് മെനക്കെടുവാണെങ്കിൽ 4 ദിവസം ആണല്ലേ? വല വീശി കേട്ടോ. വല വീശിയിരിക്കുകയാണ്. വലിക്കുവാൻ പോകണേ. തെരിഞ്ഞുണ്ടത്. നമുക്കിപ്പം വീശി കെട്ടിയ പള്ളത്തിയാണ്. ഉണ്ടോ? നല്ല മുഴുത്ത വള്ളത്തി, നല്ല സൂപ്പർ വള്ളത്തി. നമ്മുടെ ചേട്ടൻ വീശിയ വള്ളത്തിയാണ്.